ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിന്റെ അറിയിപ്പിന് പ്രകാരം മിഡ് വീക്ക് എവിക്ഷൻ വരുവാൻ പോകുന്നു. അതിൽ 2 പേർ പുറത്തു പോകും. 6 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ 6 പേരിൽ നിന്നും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന 2 പേർ പുറത്തു പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ബിഗ് ബോസ് തീരുമാനം മാറ്റി. പുറത്തേക്ക് പോവില്ല, അവരെ സസ്പെൻഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. സസ്പെൻഡ് ചെയ്യും. അതായത് അവരുടെ മുഖം പിന്നെ ആർക്കും കാണാൻ പറ്റില്ല. അവര് ബിഗ് ബോസ് നിശ്ചയിക്കുന്ന സമയം വരെ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ കുറച്ചുനാൾ താമസിക്കേണ്ടതായിട്ട് വരും. അതായത് സീക്രട്ട് റൂം പോലെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. തുടർന്ന് ബിഗ് ബോസ് എപ്പോഴാണോ നിശ്ചയിക്കുന്നത് ആ കാലാവധി വരെ അവിടെ താമസിച്ചിട്ടേ അകത്തേക്ക് വരുവാൻ പറ്റുകയുള്ളൂ. ഇതവരെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ടാസ്ക് നടക്കുകയാണ്. ഈ ടാസ്കുകൾ എത്ര ടാസ്ക് ഉണ്ടെന്നറിയില്ല. ഈ ടാസ്കുകളിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അകത്ത് നിൽക്കാം. ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടുകയും ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ 2 പേരായിരിക്കും ഇങ്ങനെ സസ്പെൻഷനിലാകുന്നത്. അതിനുവേണ്ടിയുള്ള ആദ്യ ടാസ്ക് ആയിരുന്നു ഇന്ന് വന്നത്. എന്നാൽ ഇപ്പോൾ ഈ അപകട നിലയിൽ എത്തി നിൽക്കുന്ന ഈ 6 ആൾക്കാർക്ക് വേണ്ടി മറ്റുള്ളവരാണ് ടാസ്ക് കളിക്കേണ്ടത്. അവരെ സഹായിക്കുവാൻ ഈ രണ്ട് വ്യക്തികളെ ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മോർണിംഗ് ടാസ്കിൽ സഹായികളെ തെരഞ്ഞെടുക്കുകയായിരുന്നു. രണ ഫാത്തിമയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രണ തന്നെ സഹായിക്കുവാൻ വേണ്ടി ജിസേലിനെയും ആര്യനെയുമാണ് തെരഞ്ഞെടുത്തത്. ഷാരികയാണ് പിന്നീടെത്തുന്നത്. ഷാരിക ബിന്നിയെയും ആദിലെയും തെരഞ്ഞെടുത്തു. അനീഷ് വന്നിട്ട് തൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായ 2 ആൾക്കാരാണല്ലോ ആ വീട്ടിലുള്ളത്. അപ്പാനി, ശരത്ത്, അനുമോൾ, ഇവരെ 2 പേരെയും തെരഞ്ഞെടുത്തു. ഇവർ തന്നെ 100% ആത്മാർത്ഥമായി കൂടെ നിന്ന് സഹായിക്കും, തന്നെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന് പറഞ്ഞ് അവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ എല്ലാവരും ഇത് കേട്ട് ചിരിക്കുകയായിരുന്നു. അടുത്തത് സരികയാണ്, കലാഭവൻ സരിക. സരിക വന്നിട്ട് അബിയെയും നെവിനെയുമാണ് തെരഞ്ഞെടുത്തത്. രേണുസുതി ആകട്ടെ ശൈത്യയെയും ബിൻസിയെയും തെരഞ്ഞെടുത്തു. ഒനിൽ സാബു അക്ബറിനെയും ഷാനവാസിനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് ടാസ്ക് ആരംഭിക്കുകയാണ്. ടാസ്ക് ഒരു വലിയ മുറിക്കകത്ത് ഒരു വലിയ മഡ്ബിറ്റ്, കുറെ ചെളി അങ്ങനെ വാരി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. ഈ ചെളിക്കകത്ത് മുഴുവനും കുറേയേറെ കോയിനുകൾ ബിഗ് ബോസ് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ചെളിക്കകത്ത് കിടന്നു വിരകി ഈ കോയിനുകൾ അതിനകത്തുനിന്ന് ഓരോരുത്തരും കരസ്ഥമാക്കണം. ഏറ്റവും അധികം കോയിൻ കിട്ടുന്ന വ്യക്തിക്കാണ് കൂടുതൽ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഈ കോയിൻ ഡയറക്റ്റ് ഓടിച്ചെന്ന് എടുക്കാൻ പറ്റില്ല. ആകെപ്പാടെ 5-6 മിനിറ്റ് എങ്ങാണ്ടാണ് ഇതിനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. ഈ കോയിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ചെളിയിലേക്ക് ഇറങ്ങുവാൻ ഇവർ സേഫ്റ്റി ഗിയറുകൾ ധരിക്കണം. ഈ സേഫ്റ്റി ഗിയറുകളെല്ലാം വെച്ചിരിക്കുന്നത് ഒരു പെട്ടിക്കകത്താണ്. ആ പെട്ടി ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ താക്കോലാകട്ടെ തൊട്ടപ്പുറത്തുള്ള ഒരു ടംബ്ലറിൽ പല കളറിലുള്ള വെള്ളങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് താക്കോൽ കിടക്കുന്നത്. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഈ താക്കോൽ എടുത്ത് ആരാണോ ചെളിക്കകത്തേക്ക് പോകുവാനിരുന്നത് ആ വ്യക്തിക്ക് വേണ്ടി മറ്റേ സഹായി ഇത് തുറന്നു കൊടുക്കണം. എന്നിട്ടാണ് അവരവിടെ നിന്ന് സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം എടുത്ത് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ചെളിക്കകത്ത് പോയി ഇതെല്ലാം വാരിക്കൊണ്ട് കൊടുക്കേണ്ടത്. ബസർ ശബ്ദം മുഴങ്ങി തുടർന്ന് പടപടപടയെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് താക്കോൽ തപ്പിപ്പെറുക്കിയെടുത്തു. അതായത് ഈ താക്കോൽ പലതുണ്ട് കേട്ടോ. അവിടെ നിന്ന് 5 ആൾക്കാർക്കും താക്കോൽ പെട്ടെന്ന് ലഭിച്ചു. പക്ഷേ അപ്പാനി, ശരത്തിനും അനുമോളിനും, അനീഷിനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്, അവർക്ക് താക്കോൽ ലഭിക്കുന്നില്ല. മത്സരം പകുതി കഴിഞ്ഞു. ഏകദേശം 3 മിനിറ്റ് പിന്നിട്ടിട്ടും ഇവർക്ക് മാത്രം താക്കോൽ ലഭിച്ചിട്ടില്ല. അത് ഇനി ഉടായിപ്പാണോ എന്തോ നമുക്കതൊന്നും അറിയില്ല. എന്തായാലും അവർ മാക്സിമം പരിശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് താക്കോൽ ലഭിച്ചില്ല. കിട്ടാവുന്നതിൻ്റെ പരമാവധി ഓരോരുത്തരും സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ അവസാനം താക്കോൽ എടുക്കുന്നത്. 2.5 മിനിറ്റ് കഷ്ടിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2.5 മിനിറ്റ് കൊണ്ട് അനുമോൾക്ക് കളക്ട് ചെയ്യുവാൻ കഴിഞ്ഞ കോയിൻ വെറും 3 എണ്ണം മാത്രമാണ്. എന്നാൽ രണ ഫാത്തിമയെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിയ ജിസേലും ആര്യനും കൂടി അവർ 15 കോയിനുകളാണ് വാരിപ്പെറുക്കിയെടുത്തത്. 2ാം സ്ഥാനത്തേക്ക് 14 പോയിന്റുമായിട്ട് സരികയെത്തി. സരികയെ സഹായിക്കുവാൻ വന്നത് അബിയും നെവിനും കൂടിയായിരുന്നു. 3ാം സ്ഥാനത്തേക്ക് 13 പോയിന്റുമായിട്ട് രേണുസുതി എത്തി. രേണുസുതിയുടെ സഹായികൾ ശൈത്യയും ബിൻസിയുമായിരുന്നു. 12 പോയിന്റുമായിട്ട് ഒനിൽ വന്നു. ഒനിലിനെ സഹായിക്കുവാൻ എത്തിയത് അക്ബറും ഷാനവാസുമായിരുന്നു. ഒടുവിലായി 9 പോയിന്റുമായി ഷാരികയും എത്തി. ഷാരികയെ സഹായിച്ചത് ഡോക്ടർ ബിന്നിയും ആദിലയും കൂടിയായിരുന്നു. മത്സരം അവസാനിക്കുമ്പോൾ വെറും 3 കോയിനുമായിട്ട് ഏറ്റവും അവസാനം വന്നു നിൽക്കുകയാണ് അനീഷ്. പക്ഷേ അനീഷ് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെയാണ് ആ മത്സരത്തെ നോക്കിക്കണ്ടത്. ടാസ്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഏറ്റവും പിറകിനാണ് അനീഷ് പോകുന്നത്. ക്യാപ്റ്റൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, 3 പോയിന്റ് കിട്ടിയുള്ളൂ. അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ, ഇതൊരു ടാസ്ക് അല്ലേ, അതിനെ ഞാൻ ആ രീതിയിൽ മാത്രമേ നോക്കി കാണുന്നുള്ളൂ എന്നുള്ള ആ ഒരു പോസിറ്റീവ്നെസ് അയാളുടെ ഉള്ളിൽ നിലനിർത്തുകയാണ്.
ശരിക്കും പറഞ്ഞാൽ അപ്പാനിയുടെയും അനുമോളുടെയൊക്കെ മുഖം ആകപ്പാടെ എന്താ പറയുക, ഈ ആൾക്കാർ എന്തു വിചാരിക്കും എന്നുള്ള അബദ്ധം പറ്റിപ്പോയതായിരിക്കാം, മനഃപൂർവ്വമാണോ നമുക്ക് അറിയില്ല. എന്തായാലും അവര് വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് കാണുവാൻ സാധിച്ചത്. തുടർന്ന് ഈ ചെളിക്കകത്ത് ഇറങ്ങിയ ആൾക്കാരെല്ലാവരും കൂടി കുളിച്ച് പുതിയ വസ്ത്രവും ഒക്കെ ധരിച്ചിട്ട് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഇവരുടെ പോയിന്റുകൾ പരിശോധിക്കുന്നത്. ആ സമയത്ത് ഓരോരുത്തരും അവരവരുടെ പോയിന്റുകൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കോയിൻ 15 കോയിനുകൾ ലഭിച്ച രണ ഫാത്തിമയ്ക്ക് 6 പോയിന്റാണ് ഇവിടെ സ്കോർ ചെയ്യുവാൻ കഴിഞ്ഞത്. രണ്ടാമതായി 14 കോയിനുകൾ ലഭിച്ച കലാഭവൻ സരികയ്ക്ക് 5 പോയിന്റുകൾ ലഭിച്ചു. തുടർന്ന് 13 പോയിന്റുമായിട്ട് അവർക്ക് തൊട്ട് താഴെ വന്ന രേണുസുതിക്ക് ഈ ടാസ്കിൽ 4 പോയിന്റാണ് ലഭിച്ചത്. 12 പോയിന്റുമായി വന്ന ഒനിലിന് 3 പോയിന്റും 9 കോയിനുമായി വന്ന ശാരികയ്ക്ക് 2 പോയിന്റും ലഭിച്ചു. 3 കോയിൻ മാത്രം കരസ്ഥമാക്കിയ അനീഷിനാകട്ടെ ഒറ്റ പോയിന്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പോയിന്റുകളെ കുറിച്ചൊക്കെ ബിഗ് ബോസ് സംസാരിക്കുന്നതിന് മുൻപ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന നിങ്ങളുടെ സഹായികൾ അവരുടെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷാണ് ആദ്യം തന്നെ അഭിപ്രായം പറയുന്നത്. ബിഗ് ബോസ്, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്നെ സഹായിക്കുവാൻ വേണ്ടി വന്ന ശരത്തും അനുമോളും അവർ 100% അവരുടെ എഫേർട്ട് ഇട്ട് എനിക്ക് വേണ്ടി പരിശ്രമിച്ചു. ഞാൻ അതിൽ 100% സംതൃപ്തനുമാണ്. അനീഷ് ശരിക്കും നല്ല ഗെയിമർ തന്നെയാണ് കേട്ടോ. അനീഷ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ശത്രുക്കളെ തൻ്റെ സഹായിയായിട്ട് എടുത്തു നിർത്തിയത്. ഇതിനകത്ത് തനിക്കിട്ടവർ പണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് അത് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ജനം ഇത് കാണട്ടെ, വിലയിരുത്തട്ടെ, വിധി എഴുതട്ടെ, ഈ ചിന്തയിൽ തന്നെയാണ് അപ്പാനിയെയും അനുമോളെയും അയാൾ തിരഞ്ഞെടുത്തത്. ഇവിടെ എന്തെങ്കിലും കൃത്രിമം നടത്തിയതാണോ ഇതൊന്നും നമുക്ക് അറിയില്ല. എന്താണെങ്കിൽ പോലും ഒറ്റ പോയിന്റുമായിട്ട് നിൽക്കുന്ന അനീഷ് എല്ലാവരെക്കാളും ഹാപ്പി ആയിട്ടാണ് അതിനകത്ത് നിലനിൽക്കുന്നത്. ഇനി ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്നാൽ, സസ്പെൻഷൻ ലഭിച്ചാൽ അതിനെയും 2 കൈയും നീട്ടി സ്വീകരിച്ചോളാം എന്നുള്ള മനോഭാവത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു റിയൽ ഗെയിമറെയാണ് നമുക്ക് ഈ ടാസ്കിൽ കാണുവാൻ കഴിഞ്ഞത്. ഇവിടം കൊണ്ട് ഈ ഗെയിം അവസാനിക്കുന്നില്ല, ടാസ്കുകൾ അവസാനിക്കുന്നില്ല. ഇനിയും 1-2 ടാസ്കുകൾ കൂടി ഇവർക്ക് വേണ്ടി വീണ്ടും ബിഗ് ബോസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിനകത്തുള്ള പെർഫോമൻസും പോയിന്റുകളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവസാനം 2 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആരൊക്കെയായിരിക്കും ഈ സസ്പെൻഷനിലേക്ക് എത്തുക, അവരെവിടേക്കായിരിക്കും ചെന്ന് പെടാൻ പോകുന്നത്? ബിഗ് ബോസ് പറഞ്ഞതിനനുസരിച്ച് പുറം ലോകത്തെ വാർത്തകൾ ഒന്നും അറിയുവാൻ കഴിയാത്ത, ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയാത്ത, ഒന്നും അറിയുവാൻ കഴിയാത്ത ഒരു അജ്ഞാത കേന്ദ്രത്തിൽ തുടർന്ന് ഒരു നിശ്ചിത സമയം വരെയോളം അവിടെ കഴിയേണ്ടി വരും. അവരുടെ മുഖം പിന്നീട് ആർക്കും ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്ന സമയം വരെ കാണുവാൻ കഴിയില്ല. അവർക്കും ആരെയും കാണുവാൻ കഴിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനീഷ് ആയിരിക്കും സസ്പെൻഷനിലേക്ക് പോകുന്നത്. അനീഷ് അങ്ങനെ സസ്പെൻഷനിലേക്ക് പോകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അനീഷ് സസ്പെൻഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ബിഗ് ബോസ് വീടിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയും. അനീഷ് ഇല്ലാത്ത വീട് ഉറങ്ങിക്കിടക്കുന്ന വീടാണോ, അതോ പുതിയ കണ്ടന്റ് ക്രിയേറ്റർമാർ അതിനകത്ത് ഈ ഗ്യാപ്പിൽ കൂടി നുഴഞ്ഞു കയറി വരുമോ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കോണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ അനീഷ് മാത്രമായതുകൊണ്ടാണ്, അല്ലാതെ അനീഷിനോടുള്ള ശത്രുത വെച്ചുകൊണ്ട് പറയുന്നതൊന്നുമല്ല. അതുകൂടാതെ വരുന്ന 2 ടാസ്കുകളും കൂടി പൂർത്തിയാകുമ്പോൾ അപ്പാനി, ശരത്തും അനുമോളും ഏത് ഇന്റൻഷനോട് കൂടിയായിരുന്നു അനീഷിനെ സഹായിക്കുവാൻ വേണ്ടി എത്തിയത് എന്നുള്ള കാര്യവും വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത്, ഈ ഒരു സംഭവത്തോടു കൂടി പലരും പോസിറ്റീവായി മാറും, പലരും നെഗറ്റീവായി മാറുകയും ചെയ്യും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.